ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കപ്പ ബിരിയാണിയാണ്. എല്ല് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, കപ്പയും കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി, ഒരു വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 കിലോ എല്ലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇറച്ചിക്കടയിൽ പോയാൽ കപ്പ ബിരിയാണിക്കുള്ള എല്ല് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തരും. അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. 1.5 കിലോ കപ്പയും ഉണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് അത് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതിൽ വലിയുള്ളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് പറഞ്ഞാൽ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ. ബാക്കി ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. നിങ്ങൾ വലിയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച്. പിന്നെ ഇതാ കുരുമുളക് പൊടി, ബീഫ് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. തീ കരിയാൻ പാടില്ല. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് കഴുകി വെച്ച എല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ എല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് റെഡിയായപ്പോൾ ഇതാ കഴുകി വെച്ച എല്ല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് അത് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ എല്ലിലുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇതാ ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഒരു 20 മിനിറ്റ് വേവുമ്പം നമ്മുടെ എല്ല് റെഡി ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഞാനിതാ കപ്പയെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 അല്ലി വെളുത്തുള്ളിയും 2 അല്ലി ചെറിയ ഉള്ളിയും പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ കപ്പയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ എല്ല് ഒരു വിസിൽ വന്ന് 20 മിനിറ്റ് വരെ വേവിച്ചപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളവും എല്ലാം കറക്റ്റാണ്. ഇനി ഇതാ ഈ കപ്പയിലേക്ക് നമ്മൾ ഈ എല്ല് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ തേങ്ങ വറുത്ത് അരച്ചതുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഒന്ന് ആവി കയറും. ആ തേങ്ങയ്ക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാം. എല്ലാം മസാലകളൊക്കെ മിക്സ് ആകുന്ന പോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളടുത്ത് പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്.